ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയ്ക്കും മാതാവിനും അനേകായിരം നന്ദി പറയുന്നു. എൻ്റെ പേര് ലിഖിത NX. ഞാൻ പെരുമ്പടപ്പ് സാന്താക്രൂസ് ഇടവകാംഗമാണ്. ഇതെൻ്റെ ഹസ്ബൻഡാണ്, ആൻ്റണി ജയൻ എന്നാണ് പേര്. ഞങ്ങൾ 2025 ജാനുവരിയിലാണ് ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഹസ്ബൻഡിൻ്റെ ആൻറ്റിയും അങ്കിളുമാണ് ഇവിടെ ഞങ്ങളെ കൊണ്ടുവന്നതും ഉടമ്പടി എടുപ്പിച്ചതും. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം രോഗി സൗഖ്യമായിരുന്നു. ഈ സാക്ഷ്യം എനിക്കൊരു ജോലി വേണം എന്ന് ഹസ്ബൻഡിനൊരു അതിയായ ആഗ്രഹമായിരുന്നു. എപ്പോഴും എന്നോട് പറയും, നീ ഒരു ജോലി വാങ്ങണം, അതെൻ്റെ ഒരു ആഗ്രഹമാണ്. എന്നെ കോച്ചിങ് സെൻറ്ററിലൊക്കെ കൊണ്ടുപോയാക്കും. എനിക്ക് തോന്നുന്നു എറണാകുളത്തുള്ള ഒട്ടുമിക്ക കോച്ചിങ് സെൻറ്ററിലും ഞാൻ കോച്ചിങ്ങിനായിട്ട് പോയിട്ടുണ്ട്, എക്സാം എഴുതിയിട്ടുണ്ട്. പക്ഷേ എക്സാം ഒന്നും എനിക്ക് കിട്ടാറില്ല. കാരണം വേറൊന്നുമല്ല, ഞാൻ പഠിക്കാറില്ല. വേറൊന്നുമല്ല, എനിക്ക് പഠിക്കാൻ തോന്നാറില്ല. എൻ്റെ ആഗ്രഹം ഇതാണ്. എനിക്ക് മറ്റുള്ളവർക്ക് നന്ദി ചെയ്യാനും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുവാനും രോഗികളെ സന്ദർശിക്കാനും ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. ഞങ്ങൾ രണ്ടുപേരും കൂടി അതൊക്കെ ചെയ്യാറുമുണ്ട്. കാരണം ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി അത് നമ്മൾ ചെയ്യേണ്ടതാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി അത് ചെയ്യാറുമുണ്ട്. പക്ഷേ എൻ്റെ ആഗ്രഹം കൂടുതൽ സമയം കണ്ടെത്തി പറ്റുന്ന സമയത്തൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി രോഗികളെ ആശ്വസിപ്പിക്കാനും സന്ദർശിക്കാനും ദശാംശം മാറ്റിവെച്ച് കഴിയും വിധ സഹായം ചെയ്യുവാനും കൂടുതൽ സമയം കണ്ടെത്തണം. ഒരു ജോലിയിലോട്ട് പോകണമെന്നുള്ളൊരു കൺസെപ്റ്റ് എനിക്കുണ്ടായില്ല. അപ്പോൾ എന്നാലും എൻ്റെ മനസ്സിലൊരു സങ്കടം ഉണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ ആഗ്രഹമല്ലേ, അതിന് വെച്ച് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ അഖണ്ഡ ജപമാലയിൽ ഞങ്ങൾ രണ്ടുപേരും നിയോഗം എഴുതിയിരുന്നു. രണ്ടുപേരും തുടങ്ങിയപ്പോൾ മുതൽ അവസാനം വരെ ഞാനും ഇത് തന്നെ പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ രണ്ടുപേരുടെ ആഗ്രഹവും ഒന്ന് ഈക്വലൈസ് ചെയ്ത് പോയി. മാതാവ് ഞങ്ങൾക്കൊരു എന്താണോ ഞങ്ങളുടെ ആഗ്രഹം പോലെ ഒരു ഉത്തരം കണ്ടെത്തി തരണേ, പരിശുദ്ധ അമ്മേ സഹായിക്കണേ എന്ന് പറഞ്ഞ് ഞാൻ അഖണ്ഡ ജപമാലയിൽ വളരെ സങ്കടപ്പെട്ടാണ് അത് കൂടി പോയി. അപ്പം എൻ്റെ മനസ്സുകൊണ്ട് ഞാനിങ്ങനെ തീരുമാനം എടുക്കണം, എന്ന ഒരു കാര്യം ചെയ്യാം, മനസ്സോടെ ഇഷ്ടമില്ലാതെ പഠിക്കാം, ജോലി വാങ്ങാം എന്നൊക്കെ കരുതി ഞാൻ ബുക്കെടുത്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ആരോ പറയുന്ന പോലെ മാതാവ് പറയുന്നു, നീ ബുക്ക് അടച്ചു വെച്ചോ, പഠിക്കണ്ട, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിൻ്റെ നാശത്തിനല്ല, അത് നിൻ്റെ ക്ഷേമത്തിനാണ് എന്നൊരു വചനം എനിക്ക് കിട്ടി. അപ്പം അതിനുശേഷം ഞാനത് പഠിച്ചില്ല. ഒരാഴ്ചയ്ക്ക് ശേഷം എൻ്റെ മുന്നിലോട്ട് അവിടെയുള്ളൊരു പ്രവർത്തകർ വന്നിട്ട് പറയുകയാണ്, ഞങ്ങളൊരു ആവശ്യം പറയുകയാണ്, മറ്റൊന്നല്ല, ഒരു കാൻഡിഡേറ്റായിട്ടൊന്ന് സെലക്ട് ചെയ്യുകയാണ്, ഇലക്ഷൻ വരുമല്ലേ, എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചു. ഞാൻ ആ സമയത്ത് അവരോടൊന്നും പറഞ്ഞില്ല. കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് തീരുമാനമെടുക്കുവാനും ഞങ്ങൾ മാതാവിൻ്റെ അടുത്ത്, കൃപാസന മാതാവിൻ്റെ അടുത്ത് അമ്മയെ നേരിട്ട് കാണുന്നത് പോലെ ഞാനും ഹസ്ബൻഡും കൂടി തൊട്ട് മുന്നേ വന്ന് നേരിട്ട് കാണുന്ന പോലെ അമ്മയോട് ചോദിക്കും, ഞങ്ങൾ എന്ത് ചെയ്യണം. അങ്ങനെ വന്ന് ചോദിച്ച് തീരുമാനമെടുക്കാറുണ്ടായുള്ളൂ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ വന്നു. ഞങ്ങളുടെ മനസ്സിൽ അതിന് മുന്നോട്ട് പോകാൻ പറഞ്ഞു. ആ മുന്നോട്ട് പോകുമ്പോഴൊക്കെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു, എൻ്റെ ആഗ്രഹവും ഹസ്ബൻഡിൻ്റെ ആഗ്രഹവും സാധിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും നന്മ ചെയ്യാനും ഒരു വഴി തുറന്നു കിട്ടണം. അങ്ങനെ ഞാനപ്പോൾ പറഞ്ഞു, പരിശുദ്ധ അമ്മയുടെ ഇഷ്ടം പോലെയാണ് നിന്നത്, ഒരു വോട്ടിനാണെങ്കിലും എന്നെ വിജയിപ്പിക്കണമെന്ന് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. പൂർണ്ണമായ വിശ്വാസം അമ്മയുടെ മുന്നിലുണ്ടായിരുന്നു. അങ്ങനെ ഇലക്ഷൻ റിസൾട്ട് വന്നു. ഞാനന്ന് പ്രാർത്ഥിച്ചത് ഒരു വോട്ടിനാണെങ്കിലും എന്നെ ജയിപ്പിക്കണമെന്നാണ്. ഞാൻ ജയിച്ചത് 3 വോട്ടിനാണ്. 5 കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു. എനിക്ക് ഈ 5 കാൻഡിഡേറ്റ്സിൽ ഒരാളായ എന്നെയാണ് കർത്താവ് മുന്നോട്ട് കൊണ്ടുവന്നത്. അതൊരിക്കലും എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പരിശുദ്ധ അമ്മ വഴി യേശു നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. ഇപ്പോൾ എനിക്ക് തുറന്നു പറയുകയാണെങ്കിൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരുപാട് സമയം മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും, ആദ്യമൊക്കെ ഞങ്ങൾ ഹസ്ബൻഡും വൈഫും കൂടി ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, നമ്മൾ എവിടെയാണ് ഞങ്ങൾ ഒരു ഓർഫനേജിൽ പോയി ക്ലാസ് എടുക്കുമായിരുന്നു, എന്നാലും കൂടുതൽ ഇങ്ങനെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ എവിടെ ചെയ്യും എന്നൊക്കെ ഞങ്ങൾ ചിന്തിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ഡിവിഷൻ തന്നെ എനിക്ക് തുറന്നു തന്നു. ഒരുപാട് രോഗികളെ സന്ദർശിക്കാനാണേലും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനാണേലും ഒരുപാട് ഒരു ഡിവിഷൻ തന്നെയാണ് തുറന്നു കിട്ടിയത്. ഇതുവഴി ഞങ്ങളുടെ രണ്ടുപേരുടെ ആഗ്രഹവും സാധിച്ചു കിട്ടുകയാണ് ചെയ്തത്. ഇതിന് ഈശോയ്ക്കും മാതാവിനും എങ്ങനെ നന്ദി പറയണം എന്നെനിക്കറിയില്ല. പിന്നെ
ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൃത്യമായി കൃപാസനത്തിൽ വരികയും ഉടമ്പടി പത്രം, കൃപാസനത്തിലെ പത്രം മറ്റുള്ളവർക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇത് വാങ്ങിച്ചുകൊണ്ട് പോയി സ്കൂട്ടറിൽ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ജപമാല ചൊല്ലുകയും ആഴ്ചയിലെ കുർബാനയ്ക്ക് പോകാറുള്ളൂ, കറക്റ്റായി കുമ്പസാരിക്കുകയും പിന്നെ ഈ പറയുന്നത് പോലെ നമ്മൾക്ക് ഏതൊരു പ്രതിസന്ധി വന്നാലും അല്ലെങ്കിൽ ഒരു സന്തോഷം വന്നാലും ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയോട് ചോദിച്ചിട്ടേ ഓരോ തീരുമാനം മുന്നോട്ട് പോകാറുള്ളൂ. അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് സാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾക്കാണ് പല കാര്യങ്ങൾക്കും ഉത്തരം കിട്ടുകയാണ്. പ്രേക്ഷിത പ്രവർത്തനം പത്രം കൊടുക്കാറുണ്ട്. മാത്രമല്ല രോഗികളെ സന്ദർശിക്കുവാനും പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ഓർഫനേജിൽ പോയി അവിടുത്തെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാറുണ്ട്. ദശാംശം മാറ്റി വെച്ചിട്ട് വിഷമിക്കുന്നവർക്ക് രോഗികൾക്കും മെഡിസിൻ വാങ്ങാൻ കൊടുക്കാറുണ്ട്. ആത്മീയ ജീവിതം, പ്രാർത്ഥന, നിരന്തരം ഡെയിലി പ്രാർത്ഥിക്കാറുണ്ട്, ജപമാല ചൊല്ലാറുണ്ട്, പള്ളിയിൽ പോകാറുണ്ട്. അതുപോലെ തന്നെ ആരാധന, ഈ ചൊവ്വാഴ്ച ദിവസം അച്ഛൻ്റെ ആരാധന എത്ര തിരക്കുണ്ടെങ്കിലും അത് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും എത്ര തിരക്ക് വന്നാലും രാത്രിയാണേലും അത് കേട്ടിട്ടേ കിടന്നുറങ്ങാറുള്ളൂ. അതുപോലെ തന്നെ ഉടമ്പടി ജീവിതത്തിലാണ് ഉടമ്പടിയിലെ പ്രാർത്ഥനകൾ കറക്റ്റായിട്ട് കൃത്യമായിട്ട് പാലിക്കാറുണ്ട്. കറക്റ്റായിട്ട് തന്നെ ഓരോ അനുഭവത്തിലും വന്ന് സാക്ഷ്യം പറയാറുമുണ്ട്. എനിക്കും എൻ്റെ കുടുംബത്തിനും അമ്മ മാതാവ് മാധ്യസ്ഥം വഴി നേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടത്തേക്ക് നന്ദി പറയും. അങ്ങയുടെ ഭക്തരുടെ മുമ്പിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും. എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ്. സങ്കീർത്തനം 52:9 ദൈവത്തിൻ്റെ ഇടപെടൽ അനുഭവിച്ച വ്യക്തികൾ ഹൃദയത്തിൻ്റെ നന്ദിയാൽ നിറഞ്ഞ് ജീവിതം മുഴുവൻ സ്തുതിച്ച് പാടുന്ന ഓരോ നിമിഷങ്ങളാണ് നാം ഈ ആലയത്തിൽ സാക്ഷ്യങ്ങളായിട്ട് ദൈവാനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നതായിട്ട് നാം കാണുന്നതും കേൾക്കുന്നതും. ലഭിച്ച കൃപകൾ മറക്കാതെ അനുഭവിച്ച അനുഗ്രഹങ്ങൾ സ്തുതിയായി പാടിപ്പുകഴ്ത്തുന്നതാണ് ഇവിടെ വരുന്ന ഓരോ സാക്ഷ്യങ്ങളും. വ്യക്തിപരമായ വിശ്വാസ ബന്ധത്തിലൂടെ, ഉടമ്പടി ബന്ധത്തിലൂടെ ഓരോ മക്കൾക്ക് ലഭിക്കുന്ന ഓരോ അനുഭവങ്ങളാണ് പലപ്പോഴും ഇവിടെ സാക്ഷ്യങ്ങളായിട്ട് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു വലിയൊരു ദൈവാനുഭവത്തിൻ്റെ സാക്ഷ്യമാണ് ലിഖിത എന്ന മകൾ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. 2 വ്യത്യസ്ത ചിന്തകളുമായാണ് ഒരു കപ്പിൾ ഇവിടെ വരുന്നത്. ഒരാൾക്ക് ജോലിയും ഒരാൾക്ക് മറ്റുള്ളവരെ സഹായിക്കണമെന്നുള്ള ഒരാഗ്രഹവും. ഈ 2 വ്യത്യസ്ത ചിന്തകളുമായിട്ടാണ് ഇവരിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതും. 2 പേരും ഉൾക്കൊള്ളാവുന്ന ഒരു രീതി, ഒരു വഴി കാണിച്ചു തരണമെന്നാണ് 2 പേരും പ്രാർത്ഥിച്ചത്. ജപമാല റാലിയിൽ പോയപ്പോഴും പ്രത്യേകമായി പ്രാർത്ഥിച്ചത് 2 പേരുടെയും ചിന്തകളും ഉൾക്കൊള്ളാവുന്ന ഏതെങ്കിലും ഒരു വഴി ക്രമീകരിച്ച് തരണമേ എന്നാണ് 2 പേരും പ്രാർത്ഥിച്ചത്. ജോലിയും പിന്നെ മറ്റുള്ളവരെ സഹായിക്കണമെന്നുള്ളൊരു മനസ്ഥിതിയുമുള്ള ഈ മകള് പഠിക്കണമെന്ന് ആഗ്രഹിച്ചു, അത് പിന്നീട് വിട്ടുകളഞ്ഞു. ജോലിക്ക് ആഗ്രഹമില്ലായിരുന്നു. ഹസ്ബൻഡിന് ആഗ്രഹം ജോലിക്ക് പോകണമെന്നാണ്. ഈ 2 കാര്യങ്ങളും മുന്നോട്ട് വെച്ചപ്പോൾ അമ്മ പോയ വഴി വേറൊരു വഴിയായിരുന്നു. ഇവർ പ്രതീക്ഷിക്കാത്ത ഒരു വഴിയായിരുന്നു. അതായിരുന്നു ഇലക്ഷനിലുള്ളത്. കൊച്ചിൻ മുനിസിപ്പൽ കോർപ്പറേഷൻ കൗൺസിലർ ഇലക്ഷനായിരുന്നു. 2 പേർക്കുമായിട്ടുള്ള മകൻ്റെ ഇഷ്ടപ്രകാരം ജോലിയും മകളുടെ ഇഷ്ടപ്രകാരം മറ്റുള്ളവർക്കുള്ള ഒരു സഹായവുമായിരുന്നു. ഇത് ഈശോയും അമ്മയും കനിഞ്ഞൊഴുകിയ ഒരു അനുഗ്രഹമായിട്ടാണ് ഇവർ കണക്കാക്കുന്നത്. കാരണം ഇവർ പറയുന്നത്, എനിക്കതിനുള്ള മെറിറ്റില്ല, കാരണം മറ്റു മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, അതിലെന്നെ സെലക്ട് ചെയ്തെങ്കിൽ അത് ദൈവത്തിൻ്റെ ഒരു ഗ്രേസാണ്, ദൈവത്തിൻ്റെ ഒരു കൃപയാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. പ്രതിസന്ധികളുടെ നടുവിലും പരിശുദ്ധ അമ്മ അവരെ കൈവിടാതെ കൈപിടിച്ചുകൊണ്ടാണ് ഇവർ മുന്നോട്ട് നയിച്ചതും. അത് അമ്മയുടെയും ഈശോയുടെയും ഒരു ഇടപെടൽ മാത്രമാണ് ഇവർക്ക് ഈ ജോലി കിട്ടിയത്, ഈ വിജയം കിട്ടിയതെന്നാണ് ഈ മക്കൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയത്. 2 പേരുടെയും ആഗ്രഹം ദൈവം ഒന്നിച്ചു കൊടുക്കുകയും ഇവിടെ ഓരോ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഇവർ കൂടുതൽ സമയം ചെലവഴിച്ച് മറ്റുള്ളവരെ കൂടുതൽ സഹായിക്കാനും മറ്റുള്ളവരെ കൂടുതൽ ദൈവത്തിലേക്ക് നയിക്കുവാനും അറിയാത്തവരെ ആഴപ്പെടുത്തുവാനും അറിഞ്ഞവരെ കൂടുതൽ ആഴപ്പെടുത്തുവാനും അറിയാത്തവരെ അറിയിക്കുവാനുമുള്ള ഇവരുടെ ശ്രമമാണ് പ്രേക്ഷിത പ്രവർത്തനത്തിൽ അവർ നമ്മളോട് ഷെയർ ചെയ്തത്. നമ്മളുടെ ജീവിതത്തിലും എന്തെല്ലാം പ്രതിസന്ധികളുണ്ടെങ്കിലും
ചിലപ്പോൾ നമുക്കറിയില്ല എങ്ങോട്ട് പോകണം, എങ്ങോട്ട് തിരിയണമെന്നൊന്ന് അറിയില്ലാത്ത ആ സമയങ്ങളിലും ഈശോയുടെയും അമ്മയുടെയും അടുത്ത് വന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഈശോയ്ക്കും അമ്മയ്ക്കും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും പറയുന്നതും എല്ലാം. അതറിയാനുള്ള അനുഗ്രഹവും നമുക്ക് മതിയെന്ന് മാത്രമാണ്. അവിടുത്തെ കൃപ മാത്രം മതി നമുക്ക്. പ്രശ്നമില്ലാത്ത ജീവിതമില്ല, കൃപയുള്ള ജീവിതമാണ് ദൈവം വാഗ്ദാനം ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ സ്വന്തം കഴിവിൽ ആശ്രയിക്കുന്നത് നിർത്തി ദൈവശക്തിയിൽ നമുക്ക് കൂടുതൽ ആശ്രയിക്കുമ്പോൾ ദൈവത്തിന് കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കും. നമ്മുടെ ബലഹീനതകൾ ദൈവത്തിനൊരു തടസ്സമല്ല, അത് ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തുന്ന സ്ഥലങ്ങളാണ്. ബലഹീനത ഒരു കുറവുമല്ല, കാരണം കൃപ ലഭിക്കുന്നതിനുള്ള ഒരു വഴിയാണ്, ഒരു വാതിലാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഓരോ വേദനകളും ബുദ്ധിമുട്ടുകളും കഷ്ടതകളും ദൈവത്തിന് മുമ്പിൽ തുറന്നു കൊടുക്കാം. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിലും കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലിഖിതയ്ക്കും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.